ഹായ്, എല്ലാവർക്കും നമസ്കാരം. അച്ചാൻ ആർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണ്. അതുപോലെ തന്നെ ഒരു വലിയ സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടുമാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴേക്ക് കമന്റ് ആയിട്ടിടണം. ഒരു ഹായ് എങ്കിലും ഇടണം എന്നൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട്, കമന്റ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് സന്തോഷം, ഒരുപാട് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ലൈക്കും ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം, സ്നേഹം, നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി. പിന്നെ നമ്മൾ പറയാൻ വന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ ഒരു സന്തോഷ വാർത്തയാണ് നമ്മൾ ഈ കൂട്ടത്തിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ സിസേറിയൻ ആണെന്നൊക്കെ പറയാൻ നമ്മൾ വീഡിയോ ഇട്ടത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് വേണ്ടിയാണ് നമ്മൾ ആ വീഡിയോ ഇട്ടത്. കാരണം നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് നമ്മൾ കാണുന്നത്. കാരണം അത്ര നമ്മളിടുന്ന എല്ലാ വീഡിയോസും, ഓരോ വീഡിയോസും കാണുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് തോന്നി. നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ പ്രാർത്ഥനയിൽ ഓർത്തതും. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ഒരുപാട് ആളുകൾ അതിൽ താഴേക്ക് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകുമെന്ന്. അപ്പോൾ അതിന്റെ ഒരു സന്തോഷം കൂടെ പങ്കുവയ്ക്കുകയാണ്. ആ സന്തോഷം എന്താണെന്നുള്ളത് ഇപ്പൊ തന്നെ നമുക്ക് ആ ഒരു കമന്റ് തന്നെ വായിക്കാം കേട്ടോ. നമ്മൾ രാവിലെ ഇട്ട വീഡിയോയുടെ അടി വന്ന കമന്റ് ആണ് ജോളി ചേച്ചി ഇട്ടിരിക്കുന്നത്. ചേട്ടായി ഓക്കെ ആണ്, എനിക്കും ആദ്യക്കുട്ടനെ പോലെ ഒരു കുട്ടനെയാണ് കിട്ടിയത്, ദൈവം അനുഗ്രഹിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചതിന് ഒരുപാട് നന്ദി. ആദ്യ കുട്ടനെ കണ്ടിട്ടാണ് ഞാൻ രാവിലെ പോയത്, കുഞ്ഞു സുഖമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതിനടിയിൽ നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം അതിനടി പിന്നെ ജോളി ചേച്ചി വന്നിട്ട് ഓക്കെ, ഞാൻ ഹോസ്പിറ്റലിലാണ്, റെസ്റ്റാണ്, കുഞ്ഞുവാവ് ഉറങ്ങുവാന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഭയങ്കര സന്തോഷം. കാരണം നമ്മുടെ അത് പറഞ്ഞ വീഡിയോ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞ് വന്ന് നമ്മുടെ വീഡിയോ നോക്കി എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് പറഞ്ഞത്. കാരണം നമ്മളിടുന്ന ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ കാണുകയും അതിന് കമന്റ് ചെയ്യുക, ഇത്രയും വയ്യാത്ത ഈ അവസ്ഥയിലും കമന്റ് ചെയ്തതിന് അതിന് പ്രത്യേക ഒരു നന്ദി ഞാൻ ചേച്ചിയോട് പറയാട്ടെ. കാരണം ഞാനൊക്കെയാണ് ഫോണ് പോലും എടുത്ത് നോക്കത്തില്ല. ഫോൺ എന്നല്ല, ആ ഒരു തീവ്രമായ ഒരു ഇതാണ്. അതെ, അത്രത്തോളം നമ്മളോടുള്ള അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ തിരിച്ച് നമുക്കും അതുപോലെ തന്നെയാണ്. അപ്പൊ ഞങ്ങൾക്കും അതുപോലെ സന്തോഷം, വളരെ വളരെ ഒരുപാട് സന്തോഷം. ഇന്നുവരെ നേരിട്ട് കാണാത്ത ഒരാളാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇന്നലെ സിസേറിയനാന്ന് പറഞ്ഞ ഇപ്പൊ ഈ നമ്മുടെ രാവിലത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. ഞങ്ങള് പിന്നെ അത്രയും പേര് ഒരുപാട് പേരെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പൊ കണ്ട അത്ര ആളുകളും മനസ്സിൽ ഒരു തവണയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തായി കുഞ്ഞുവാവ, എന്താണ് ഒരുപാട് പേര് കമന്റും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും അവർക്ക് ആ ഒരു ആകാംക്ഷ ഉള്ളതുകൊണ്ട് അവർ കമന്റ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ആരും കമന്റ് ചെയ്യത്തില്ല. അപ്പൊ അവരോട് എല്ലാവരും ചിലപ്പോൾ ഈ കമന്റ് ബോക്സ് നോക്കുകയല്ല. അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് ചെയ്ത് രണ്ടു വാക്ക് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോവാ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ രാവിലെ കമന്റ് ബോക്സ് എടുത്ത് ഓരോരുത്തർക്ക് റിപ്ലൈ അയച്ച് ഇങ്ങനെ വായിച്ചു വരുമ്പോ ഒരാളെ അതിനകത്ത് കമന്റ് ഇട്ടേക്കാണ്. അത് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടോ. അന്നേരം ഒന്നും എനിക്ക് തോന്നിയില്ല. ജോളി ചേച്ചിയുടെ മെസ്സേജ് കണ്ടതിന് ശേഷമാണ് അയ്യോ ശരിയായല്ലോ എന്ന് ഞാൻ ഓർക്കുന്നേ. കുഞ്ചു 499 എന്ന് പറയുന്ന ഒരാളാണ്. ചേച്ചിയാണോ ചേട്ടനാണോ ഒന്നും അറിയില്ല, കൊച്ചാണോ എന്നൊന്നും അറിയത്തില്ല. മെസ്സേജ് അയച്ചിരിക്കുവാണ്, അമ്മ മാതാവ് കൂടെയുണ്ട് എന്ന് അയച്ചിട്ട് പറയാ, ഒരു ബോയ് അമ്മ തരുമെന്ന്. ഞാൻ അത് അന്നേരം വായിച്ചു ഒന്നും എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞ് ജോളി ചേച്ചിയുടെ മെസ്സേജും കൂടെ കണ്ടു കഴിഞ്ഞത് ശരിക്കും, കാരണം ജോളി ചേച്ചിയുടെ മെസ്സേജിന് മുന്നെയാണ് ഈ മെസ്സേജ് വന്നത്. അത് ശരിക്കും അങ്ങനെ തന്നെ ആയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഒരു ഇൻട്രസ്റ്റ് ആയി പോയി അത് കണ്ടപ്പോ. നല്ല രസമുണ്ടല്ലേ, പ്രഡിക്ഷൻ കറക്റ്റ് ആയി. അപ്പൊ എന്തായാലും ജോളി ചേച്ചി ഒരുപാട് സന്തോഷം. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. കുഞ്ഞുമാവയും അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ജോളി ചേച്ചിക്ക് ആൺകുഞ്ഞിനെ കിട്ടി, ഒരു കുഴപ്പമില്ല, കുഞ്ഞുമാവ ഉറങ്ങാന്നൊക്കെ കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി. കാരണം കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് ഇത്രയും പേരുടെ പ്രാർത്ഥന കൂടെ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ വന്നത്. അപ്പൊ ഇനിയുള്ള ഹോസ്പിറ്റൽ എത്ര ദിവസം ഉണ്ടാവും അറിയില്ല. അതെ, എന്തായാലും 4 ദിവസം എന്തായാലും ഹോസ്പിറ്റൽ ഉണ്ടാവും. സിസേറിയൻ ആയതുകൊണ്ട് അതിന്റേതായ ഒരു താമസം ഉണ്ടാവും. അത്രയും ദിവസം കൂടെ ഇനി ഒരു കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ, അത്ര ദിവസമല്ല, മുന്നോട്ട് ഇനി എല്ലാ ദിവസവും നല്ല സുഖമായി സന്തോഷമായിട്ടിരിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. കാര്യങ്ങളൊക്കെ മെസ്സേജ് ആയിട്ട് അതെ, ഇനി കമന്റ് ബോക്സിൽ ഞങ്ങൾ കാണുന്നതാണ്. ഞാൻ എന്തായാലും നമ്മുടെ കമന്റിൽ ചേച്ചി റിപ്ലൈ തരുന്നതാണ്. എന്തായാലും ചേച്ചി പിന്നെ കാണാം അല്ലേ? ഓക്കെ, ബൈ ബൈ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.